ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു നാല് മണി പലഹാരം ഉണ്ടാക്കാനാണ് വിചാരിച്ചത്. അപ്പോൾ ഇത് ഞാൻ രണ്ട് മൂന്ന് ദിവസം മുന്നേ കുറച്ച് ഒരു ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അത് മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ അവരത് ആദ്യമായിട്ടായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. അവർക്കത് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അവർ പറഞ്ഞു ഇനി ഉണ്ടാക്കി വയ്ക്കും അമ്മ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കരുതി കുഴപ്പമില്ല, അത് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അന്ന് നമ്മൾ ചോറ് വയ്ക്കുന്ന നല്ല പുഴുക്കലരി കൊണ്ടായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇന്നിപ്പം ഞാൻ മട്ട അരി വെച്ചിട്ട്, അത് റേഷൻ കടയിൽ നമുക്ക് മട്ട അരി കിട്ടുമല്ലോ, പച്ചരി കിട്ടും, മട്ട അരി കിട്ടും. അപ്പോൾ അതിൽ മട്ട അരി കൊണ്ടാണ് ഇതുണ്ടാക്കിയത്, മറ്റൊന്നുമില്ല, അരിയുണ്ടയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മട്ടരി ഞങ്ങൾക്കൊന്ന് കഴുകി ഒന്ന് വെള്ളത്തിൽ വാല വെച്ചിട്ട് ഒന്ന് വറുത്തെടുത്തിട്ട് അത് ചൂടാറാനായിട്ട് പരന്നൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. അതിനകത്തോട്ട് ആ ചൂടോട് കൂടിയിട്ട് തന്നെ ഒരു 4-5 ഏലക്കായും ഒരു നുള്ള് ജീരകവും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് പൊടിക്കുമ്പോൾ ആ ചൂടുകൊണ്ട് അതുകൊണ്ട് പൊടിഞ്ഞ് കിട്ടും. എൻ്റെ കയ്യിൽ ഏലക്കയുടെ പൊടി വേറെ ഇല്ലാത്തത് കൊണ്ട് ഞാനിതിങ്ങനെ ചെയ്തു. അതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് നാളികേരും പിന്നെ സാധാരണ ശർക്കര പാനി ആക്കിയിട്ട് അതിൻ്റെ ഒരു നൂൽ പരുവെന്നൊക്കെ പറയും, എനിക്കത് ചെയ്യാറില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിൽ ശർക്കര പൊടി ഉണ്ടായിരുന്നു, ആ പൊടിയാണ് ഈ നാളികേരത്തിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഒരു നല്ലൊരു ഇത്തിരി വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് പോലെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അത് ഈ വറുത്ത് പൊടിച്ച അരിയിലേക്ക് മിക്സ് ചെയ്തിട്ട് നല്ലപോലെ കൈകൊണ്ട് ഇങ്ങനെ ഞരടി പതുക്കെ ഞരടി ഇങ്ങനെ ഒതുക്കി എടുക്കാം. നല്ല സ്മെല്ല് വരുന്നുണ്ട്. ജീരകവും ഏലക്കായും ഒക്കെ കൂടെ പൊടിച്ച നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ട പിടിക്കാൻ പറ്റാത്തൊരു തോന്നുകയാണെങ്കിൽ അല്പം മാത്രം ഒരു 1/2 സ്പൂൺ വെള്ളം മാത്രം ചേർത്താൽ മതി. ഉണ്ട പിടിക്കാൻ പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ സംഗതി സക്സസ്. ഇതുകൊണ്ട് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് മാറ്റി വെച്ച പൊടിയിലോട്ട് വെറുതെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം. നിർബന്ധമൊന്നുമില്ല, നല്ല എനിക്ക് വേണ്ടി ചെയ്തത് മാത്രം. ഒതുക്കി വയ്ക്കാം. അതുപോലെ നമുക്ക് ഓരോ ഉണ്ടകളും ഉരുട്ടിയെടുക്കാം. അപ്പോൾ അവസാനത്തെ ഉണ്ടയും നമ്മൾ ഉരുട്ടിയെടുത്തു. അപ്പോൾ നമ്മുടെ ഉണ്ടകളെല്ലാം ഉരുട്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ആ സമയത്ത് തന്നെ കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റാണ്. അതെല്ലാം എല്ലാവർക്കും ഉണ്ടാക്കുമ്പോൾ അങ്ങനെ തന്നെ. പക്ഷേ ഇത് ഞാൻ വൈകുന്നേരം ഒരെണ്ണം എടുത്തു, അപ്പോഴും അത് നല്ല സോഫ്റ്റായിരുന്നു. പിറ്റേ ദിവസം സോഫ്റ്റാണോ ഹാർഡാണോ എന്ന് അറിയാൻ വേണ്ടി ചെക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ പിറ്റേ ദിവസത്തേക്ക് ഉണ്ടായിരുന്നില്ല. ഇത് മുഴുവൻ മക്കൾ തന്നെ കഴിച്ചു തീർത്തു. അപ്പോൾ അവർക്ക് അത്രയും ഇഷ്ടമായിട്ടുണ്ടായി. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ മക്കൾക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കുക. എല്ലാവരും ഇപ്പോൾ ബേക്കറിയിൽ നിന്നുള്ള പലഹാരങ്ങളല്ലേ കഴിക്കുന്നത്. ഇതൊക്കെ നാടൻ പലഹാരങ്ങൾ കഴിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. അവർക്കിതൊന്നും അറിയില്ല. അരിയുടെ തരിതരിപ്പ് ഇങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. നല്ല മധുരമുണ്ട്, സോഫ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കട്ടെ.